എരുമപ്പെട്ടി വേലൂർ റോഡിൽ പുതിയതായി ചെയ്ത ബി.സി. പ്രതലത്തിന് തയ്യൂർ പ്രദേശത്ത് ചില ഭാഗങ്ങളിൽ മെറ്റൽ ഇളകിയത് സ്വകാര്യ വ്യക്തി ട്രാക്ടറിൽ മരം കെട്ടിവലിച്ചപ്പോൾ സംഭവിച്ചതാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് നടപടി ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകി. ഇതോടൊപ്പം സ്വകാര്യ വ്യക്തിയെ സംരക്ഷിക്കാൻ വേണ്ടിയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചും വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ റെയിൽസ് നാടകം കളിക്കുകയായിരുന്നുവെന്ന ആരോപണവുമായി CPM ജനപ്രതിനിധികളും നേതാക്കളും രംഗത്തെത്തി. കഴിഞ്ഞ ദിവസമാണ് എരുമപ്പെട്ടി വേലൂർ പോസ്റ്റ് ഓഫീസ് റോഡിലെ തയ്യൂരിൽ പുതിയതായി ചെയ്ത ബി.സി. പ്രതലം ചില ഭാഗങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ചതായി കാണിച്ച് വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രനും വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രനും വാർഡ് മെമ്പർ അൻസാറും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത്. ഒരു കേടും സംഭവിക്കാത്ത റോഡിന് മുകളിൽ പുതിയ ടാറിംഗ് നടത്തിയത് അഴിമതി നടത്തുവാനാണെന്നും നിർമ്മാണത്തിലെ ക്രമക്കേടും അപാകതകൾ കൊണ്ടും റോഡ് പല ഭാഗങ്ങളിലും തകർന്നുവെന്നും ഇവർ ആരോപിച്ചിരുന്നു. പ്രതിഷേധം റീൽസാക്കി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും മാധ്യമങ്ങൾക്ക് വാർത്ത നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ സ്വകാര്യ വ്യക്തി ട്രാക്ടർ ഉപയോഗിച്ച് മരം കയറ്റുന്നതിനിടയിലാണ് റോഡിന് കേടുപാടുകൾ സംഭവിച്ചതെന്നും കുഴിയായി കിടക്കുന്ന ഭാഗത്ത് ടാർ ഇളകുന്നതിനു വേണ്ടി രാസവസ്തുക്കൾ ഉപയോഗപ്പെടുത്തിയതായി കണ്ടെത്തിയതായും കാണിച്ച് നടപടി ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രനും കോൺഗ്രസ് ജനപ്രതിനിധികളും ഫണ്ട് അനുവദിച്ച MLA-ക്കെതിരെയും LDF സർക്കാരിനെതിരെയും നുണപ്രചരണങ്ങൾ നടത്തുകയാണെന്ന് CPIM നേതാവും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ അബ്ദുൾ റഷീദ് പറഞ്ഞു. 8 വർഷം മുന്നേ BMBC നിലവാരത്തിൽ പണിതിട്ടുള്ള റോഡാണിത്. വേലൂര് തയ്യൂര് എരുമപ്പെട്ടി റോഡ് BC ഓവർലേ എന്ന പേരിലാണ് ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ റോഡിൽ കൾവർട്ടുണ്ട്, അതുപോലെ തന്നെ കടവന കയറ്റത്ത് അതിൻ്റെ സൈഡ് ആ പാടത്ത് വരുന്ന ഭാഗത്ത് അതിൻ്റെ സൈഡ് കെട്ടുകൾ വരും. അതിൻ്റെ ഒരു ഗ്രില്ല് കൊടുത്തുകൊണ്ട് വളരെ മനോഹരമായിട്ടാണ് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തൊരു പറമ്പിൽ നിന്ന് മരം കയറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ട്രാക്ടറിൽ കൊണ്ടുവരികയും ആ മരം ഇവിടെ കയറ്റി ഇറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ റോട്ടിൽ വീഴുകയും ആ വീണതിൻ്റെ ഭാഗമായി റോഡിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. പാതിരാത്രിയിൽ കെമിക്കൽ കൊണ്ടുവന്ന് ഒഴിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു വടി കൊണ്ട് തോണ്ടി അതിൻ്റെ ടാറിങ് അടർത്തി കളയുന്ന ഒരു റീൽസാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഈ ഇരുട്ടിൻ്റെ മറവിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്ത് കഴിഞ്ഞ 10 വർഷമായി കുന്നംകുളത്തിൻ്റെ ആരാധ്യനായിട്ടുള്ള MLA ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് വേലൂരും കുന്നംകുളത്തും ചെയ്തിട്ടുള്ളത്. 8 വർഷം മുമ്പ് BMBC നിലവാരത്തിൽ നിർമ്മിച്ച റോഡിൽ വീണ്ടും BC ലെയർ ചെയ്യുന്നതിന് അന്നത്തെ പദ്ധതിയിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. കൂടുതൽ ഉറപ്പു ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത്തരം പ്രവൃത്തി ചെയ്ത റോഡുകൾക്ക് ഉറയ്ക്കുവാൻ ക്യൂറിംഗ് പീരീഡ് ഉണ്ട്. വാഹനങ്ങൾ ഓടിയാണ് റോഡ് സെറ്റാകുന്നത്. പാലം പണി നടക്കുന്ന ഈ പ്രദേശത്ത് വാഹനങ്ങൾ സഞ്ചാരം കുറവാണ്. അതാണ് റോഡ് സ്മൂത്ത് ആവാത്തതിന് കാരണം. ടോറസ് ടിപ്പർ ലോറികൾ ഓടുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ റോഡ് സെറ്റായി കഴിഞ്ഞു. ഇതെല്ലാം മറച്ചുവെച്ചുകൊണ്ടാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസും റീൽസ് നാടകം കളിക്കുന്നതെന്നും റോഡിൽ കെമിക്കൽ ഒഴിച്ച് കുത്തിപ്പൊളിച്ചതാണെന്നും CPIM-ഉം DYFI-യും ആരോപിച്ചു. റോഡ് തകർത്തതിനെതിരെ നടത്തിയ പ്രതിഷേധത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബ്ദുൾ റഷീദ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് AS ചന്ദ്രൻ, മെമ്പർമാരായ ബിന്ദു നന്ദൻ, അഷ്ന, ശ്രീമതി ജനാർദ്ദനൻ, കവിത ബാബു, ജമീല രാജീവ്, ശുഭ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു.